സുധർമ്മ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്കാനിംഗ് സെന്റർ, ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ്, എടവണ്ണപ്പാറ. എടവണ്ണപ്പാറയിൽ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് ഹോർമോൺ ആൻഡ് ഇമ്മ്യൂണോളജി ക്ലിനിക്കൽ ലബോറട്ടറി ഞങ്ങൾ ഉറപ്പുതരുന്നു. ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലം. പരിശോധന ലഘുവാക്കാം, ആരോഗ്യം ഉറപ്പാക്കാം. അത്യാധുനിക ലാബ് സ്കാനിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടെ കൃത്യമായ പരിശോധനയും അതിവേഗ റിപ്പോർട്ടുകളും. ശരിയായ രോഗനിർണയത്തിന് ശരിയായ സ്കാനിംഗ്. ആധുനിക ഉപകരണങ്ങൾ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാർ, കൃത്യതയാർന്ന റിപ്പോർട്ടുകൾ. നിങ്ങളുടെ ആരോഗ്യത്തിനായി സുധർമ്മ ലാബ് ആൻഡ് സ്കാനിംഗ് സെന്റർ. ഗർഭിണികൾക്കുള്ള സ്കാനിംഗ്, തൈറോയിഡ് സ്കാനിംഗ്, വീനസ് ഡോപ്ലർ, ബ്രസ്റ്റ് സ്കാനിംഗ് തുടങ്ങി എല്ലാവിധ സ്കാനിങ്ങുകളും ലേഡി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ലഭ്യമാക്കുന്നു. സുധർമ്മ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്കാനിംഗ് സെന്റർ, ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ്, എടവണ്ണപ്പാറ. വാഴക്കാട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം ജനങ്ങളെ വട്ടം ചുറ്റിക്കരുത്. വാഴക്കാട് വില്ലേജ് ഓഫീസറെ നേരിൽ കണ്ട് യൂത്ത് ലീഗ്. പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ആഹ്വാനം. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി നൽകാതെ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും വില്ലേജ് ഓഫീസർ പ്രയാസപ്പെടുത്തുന്നെന്നാരോപിച്ചാണ് വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധവുമായി എത്തിയത്. വന്നപ്പോൾ തന്നെ നിങ്ങളെ ബിഹേവിയർ നമുക്ക് ഇഷ്ടമായില്ല അല്ലേ പറയാലോ. തിരുത്താൻ വേണ്ടിയാ പറയണ്ടേ? അല്ല ഒരു പാർട്ടി പ്രവർത്തകർ അല്ലാതെ വെറുതെ എന്തെങ്കിലും വിദ്യാഭ്യാസം ഇതുവരെ ഉണ്ടോ? ഒരു കാര്യം പറയാത്ത കാര്യങ്ങൾ നിങ്ങളെ വേറെ രീതിയിലാണല്ലോ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുള്ളത്. ഞങ്ങളുടെ വിഷയം അത് പറയും. ഞങ്ങൾ ഈ വന്ന ആൾക്കാരൊക്കെ വെറുതെ വന്നതല്ല, ഇതിനെ പറ്റി പഠിച്ചിട്ടും ഈ ഞങ്ങളുടെ പ്രശ്നം അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ വട്ടം ചുറ്റിക്കുന്ന നിലപാട് തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് ലീഗ് അറിയിച്ചു. പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ന്യായമായ അവകാശങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന നിലപാട് ആവർത്തിക്കരുതെന്ന് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളും പൊതുജനങ്ങൾക്കിടയിൽ നിന്നുള്ള നിരന്തരമായ പരാതികൾ വന്നിട്ടാണ്. ആ പരാതി വന്ന ഉടനെ തന്നെ നമ്മൾ വാട്സപ്പിലും മറ്റും അറിയിച്ചിട്ടുണ്ട്. വാഴക്കാട് വില്ലേജിൽ നിന്ന് ഇനി പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് രാവിലെ തഹസിൽദാരും മറ്റേക്ക് ബന്ധപ്പെട്ടതാണ്. നമ്മളിന്ന് ഒരു പ്രശ്നത്തിന് വന്നതല്ല. വില്ലേജ് ഓഫീസറെ ശ്രദ്ധയപ്പെടുത്തി. വില്ലേജ് ഓഫീസർ ഉദ്യോഗസ്ഥർ നമ്മൾ പലപ്പോഴും സഹായിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നഷ്ടപ്പെടാനും അതുപോലെ തന്നെ ആളുകൾ നിരന്തരം നടത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കൽ വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് യൂത്ത് നേതൃത്വത്തിൽ നമ്മളെ ഉത്തരവാദിത്വ ആളുകൾ വില്ലേജ് ഓഫീസർ എടുത്ത് വന്നിട്ടുള്ളത്. വില്ലേജ് ഓഫീസർ ഭാവിയിൽ അത് ശ്രദ്ധിക്കാമെന്ന് പരമാവധി ഉറപ്പ് തന്ന സ്ഥിതിക്ക് നമ്മൾ ഇന്ന് പിരിഞ്ഞു പോവുകയാണ്. മേലിൽ ഇത്തരം കേസുകൾ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അത് ശക്തമായ സമരത്തിലേക്ക് യൂത്ത് ലീഗ് മുന്നോട്ട് പോകും എന്നറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പിരിഞ്ഞു പോവുകയാണ്. വില്ലേജ് ഓഫീസർ വാക്കുകൾ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ്. ഇത് വില്ലേജ് ഓഫീസറായിട്ടുള്ള ഒരു തർക്കത്തിനോ മറ്റോ വന്നതല്ല. നമ്മൾ ഒരു പൊതുപ്രവർത്തന തലത്തിൽ യൂത്ത് ലീഗിന്റെ ബാധ്യതയാണ് ഈ സമരം, ഈ വിഷയം ഏറ്റെടുക്കൽ. കുട്ടികളുടെ പഠനവും അതുപോലെ സ്കോളർഷിപ്പും മുടങ്ങാതിരിക്കൽ അതെല്ലാവരുടെയും സമൂഹത്തിന്റെ ആവശ്യമാണ്. സ്കോളർഷിപ്പൊക്കെ സർക്കാർ കൊടുക്കുന്നത് പഠനത്തിൽ പ്രോത്സാഹനത്തിനാണ്. അപ്പോൾ ആ പ്രോത്സാഹനം സർക്കാർ ഭാഗത്ത് നിന്ന് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗം കൂടിയായിട്ടുള്ള വില്ലേജ് ഓഫീസും സംവിധാനങ്ങളും അത് വേഗത്തിലാക്കാനാണ് ഓൺലൈനൊക്കെ കൊണ്ടുവന്നത്. എന്നാൽ ആരെയും മനഃപൂർവ്വം പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ദിവസത്തിൽ 20 മണിക്കൂർ ജോലി ചെയ്യുന്ന അവസ്ഥയാണുള്ളതെന്നും വില്ലേജ് ഓഫീസ് സേവനങ്ങൾ പരമാവധി വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഞാൻ മെസ്സേജ് കൊടുത്താൽ കൊടുത്ത കക്ഷിക്ക് ഫോണിൽ മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കൊടുത്ത അക്ഷയ ഒരു വീട്ടിലെ ലാബിലോ നോക്കും എന്താണ് കാരണം. ഒന്നുകിൽ SSLC ബുക്ക് വെച്ചില്ല, റേഷൻ കാർഡ് വെച്ചില്ല, അല്ലെങ്കിൽ ജനറൽ സർട്ടിഫിക്കറ്റ് വെച്ചില്ല. അത് ഞാൻ എഴുതി അയക്കുന്ന കാര്യം കാണുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. മടക്കി പഞ്ചായത്ത് ലീഗ് സെക്രട്ടറിമാരായ KV നിസാർ, RP ഹാരിസ്, യൂത്ത് ലീഗ് മണ്ഡലം ട്രഷറർ CT റഫീഖ്, പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹക്കീം മാസ്റ്റർ, ജനറൽ സെക്രട്ടറി മുസ്തഫ, സാദിഖ് കക്കാടൻ, ജലാൽ വട്ടപ്പാറ, ജാഫർ കണ്ണത്തുപാറ, അസീസ് തിരുവാലൂർ, MK ഹക്കീം, മുസമ്മിൽ വാഴക്കാട്, ഫാഹിഖ് മപ്രം, നബീൽ അനന്തായൂർ, റിയാസ് വട്ടപ്പാറ എന്നിവർ പ്രതിഷേധത്തിൽ സംബന്ധിച്ചു. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.